നമസ്കാരം. നമ്മളുള്ളത് പാലക്കാട്ടിലെ കൊടുമ്പിലാണ്. ഈ കൊടുമ്പിലെ ഭാരതപ്പുഴയിൽ ഒരു ചങ്ങാടം കണ്ടിട്ട് വന്നതാണ്. ഇത് എവിടെയും കാണാൻ കിട്ടില്ല, ഇങ്ങനത്തെ സംഭവം റയറാണ്. അത് കാരണമാണ് നമ്മൾ ഇതിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നത്. പണ്ട് കാലത്ത് ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല. അത് കാരണം സാധാരണ ആൾക്കാർ എല്ലാം കൂടി ഉണ്ടാക്കിയതാണ് ഈ ചങ്ങാടം. നിങ്ങളുടെ വീഡിയോ തന്നെ കാണാൻ പറ്റും. അപ്പുറത്ത് കാണുന്നത് കൊടുമ്പ്, ഇപ്പുറത്ത് കാണുന്നത് പാളയം. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പോകാൻ വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചങ്ങാടമാണ് ഇത് കാണുന്നത്. 4 ട്യൂബ് വെച്ചിരിക്കുന്നതാണ്. അതിന് മേലെ കൂടെ കുറേ മുളകൾ കാണാം. അങ്ങനെ ഒരു ചങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലിമിറ്റിലുള്ള ആൾക്കാർ വരെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാം. ഏകദേശം ഒരു 10 പേര്. ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇതിൽ പോകാൻ പറ്റില്ല, എന്തെങ്കിലും അപകടം സംഭവിക്കും. നമ്മളങ്ങനെ ഈ ചങ്ങാടത്തിൽ കയറി പാളയം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഈ കൊടുമ്പ് ഭാഗത്തേക്ക് തന്നെ പോവാം. ഈ കയർ വലിച്ചിട്ട് വേണം അവിടെ എത്താൻ. ഈ പുഴൻ്റെ നടുക്കൂടെ ഒരു കമ്പ് പോയിട്ടുണ്ട്. ആ കമ്പിക്ക് നല്ല ബലമുണ്ട്. ഈ കമ്പി കൂടെ 2 കൊളുത്ത് കൊളുത്തിട്ടുണ്ട്. ഈ ചങ്ങാടം ബാലൻസിന് വേണ്ടിയിട്ട്, ചങ്ങാടത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ 2 കൊളുത്ത് കൊളുത്തിട്ടുണ്ട്. ഈ കമ്പ് വഴിയാണ് ഈ ചങ്ങാടം വരുന്നതും പോണതൊക്കെ. ഈ കയറും കൊണ്ട് വലിച്ച് അവിടെ എത്തും. ഇതേ കയറ് അപ്പുറത്തും ഉണ്ട്. ഇതിന് വലിച്ച അപ്പുറത്തും. എന്തായാലും സെറ്റപ്പ് ഭയങ്കര സെറ്റപ്പാണ് ഈ ചങ്ങാടത്തിൻ്റെ. ഓ അവിടെ ഇല്ല, ഇവിടെ തന്നെ. അവിടെ പുതിയ പാലം വരുന്ന കാണാം. നമുക്ക് കാണുമെന്ന് അറിയില്ല. ആ ഭാഗത്ത് പുതിയ പാലം വരുന്നതാണ്. ആ പാലം വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങാടം ഇനി കാണാൻ കിട്ടില്ല നമുക്ക്. ഇതൊക്കെ ഓരോ ഓർമ്മയാണ്, ഒക്കെ ഓരോ നൊസ്റ്റോളജി പറയാം. ഇത് ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. നമ്മുടെ ഭാരതപ്പുഴൻ്റെ നടുക്കൂടിയാണ് ഇങ്ങനെ ചങ്ങാടത്തിൽ പോണത്. ഇങ്ങനത്തെ സംഭവം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, റയറാണ് ഇങ്ങനത്തെ ചങ്ങാടം. പണ്ട് കാലങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും കാണാൻ റയറാണ്. നമ്മളിങ്ങനത്ത് അവിടെ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ നമ്മളങ്ങനെ വലിച്ച് മറ്റേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് പാളയം, ഇപ്പുറത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. നമ്മളെയും കാത്ത് ഒരു 3 അതിഥികളുണ്ട് ഇവിടെ. അതാണ് സംഭവം. നമ്മളെയും കാത്തിരിക്കണം കുറെ നേരമായി. അപ്പുറത്തെ ദേശത്തിലെ ഒരാൾ ചങ്ങാടത്തിൽ പോകുന്നുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് കാണാം ചങ്ങാടം എങ്ങനെ. അധികം ചൂടുമില്ല, അധികം മഴയുമില്ല, നല്ല ക്ലൈമറ്റുമാണ് നമ്മൾ വന്നത്. എന്തായാലും സെറ്റപ്പ്. നമ്മുടെ കൂടെ തന്നെ ഒരു 3 കുട്ടികളുണ്ടായിരുന്നു, നായ്ക്കുട്ടികൾ. ഇതിൻ്റെ അമ്മ എവിടെ വേണ്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ ഇത്ര നേരം വന്നിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ളത് ഡാങ്കർ കുട്ടാ. ഭാരതപ്പുഴ നേരെ ഒഴുകി പോണത് നേരെ നമുക്ക് എല്ലാവർക്കും അറിയാം കടലിലാണ്. ആ ഭാരതപ്പുഴയാണ് ഈ കാണുന്ന ഭാരതപ്പുഴ. ഇവിടെ ഏത് സമയത്തും വെള്ളം ഉണ്ടാവും, വ്യത്യയില്ല. എത്ര കടും വേനലാണെങ്കിലും ശരി ഈ പുഴയിൽ വെള്ളമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ചോദിക്കാൻ വേണ്ടി വന്നതാ. ഈ കാണുന്ന ചങ്ങാടം എത്ര വർഷമായിട്ട് ഉണ്ടാച്ചാ ഇവിടെ?
1.5 മാസം. 1.5 മാസം. 1.5 മാസം. 1.5 മാസം. ആ ഈ പാടിയില്ല, ആ അവിടെ ഇരിക്കും. ഓ പാലം കട്ടിയാ ഓ ഈ പാടി എടുക്കും. ആ പാലം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു അല്ലേ? ആ. ഇതിന്റെ യൂസ് കഴിഞ്ഞു. ആ അവിടെ നിന്ന് നന്നുപോയി സോപ്പ് കമ്പനി. സോപ്പ് കമ്പനി എനിക്കറിയില്ല. ഓ ഇതിലെ പോയാ സോപ്പ് കമ്പനിയാണ്. ആ അതെ. ഇത് എത്ര വർഷമായിട്ട് ഈ ചങ്ങാടം യൂസ് ചെയ്യുന്നത്? തൈപ്പൂസം. തൈപ്പൂസം. ആ അപ്പൊ ഇന്ന് കട്ടിയിരുന്നു. തൈപ്പൂസം എന്താണ് സംഭവം? എപ്പോഴാണ് തൈപ്പൂസം? ഇത് തേര് ഓടും. ആ അപ്പൊ തന്നെ ഇത് കട്ടും. ഓരോ വർഷം ഒരേ ഒരു വർഷം യൂസ് ചെയ്യും അല്ലേ ഒരു ചങ്ങാടം? ആ അപ്പോൾ അച്ഛൻ പറയണെന്ന് വെച്ചാൽ ഈ ചങ്ങാടം നമ്മൾ കണ്ട ചങ്ങാടം ഒരു വർഷം വരെ യൂസ് ചെയ്യും. ഇവിടെയുള്ള തേര് ദിവസം മാത്രമാണ് അതിനെ മറ്റേ പുതുക്കി പണിയുന്നത്. അതേമാതിരി ആളുക അവിടെ പണിയെടുത്തിട്ട് വരും. ഒന്ന് ലേഡീസ് പോകും വരും. അപ്പോൾ ഇനിയിപ്പോൾ പാലം പണിയുന്നുണ്ട് അടുത്ത് തന്നെ. നമുക്ക് കാണാം, സൂം ചെയ്താൽ കാണാം. ഈ പാലം പണിതതിന് ശേഷം ഈ കാണുന്ന ചങ്ങാടം ഇനി ഓർമ്മയാവും. പാടിയാ പറയുന്നല്ലേ? ആ മലയാളത്തിൽ ചങ്ങാടം പറയും. ഇത് കൊടുമ്പ് പുഴയാണ്. കൊടുമ്പ് പുഴൻ്റെ കുളിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ചങ്ങാടം ഉള്ളത് അവിടെ അവിടെ ഇതിൻ്റെ അപ്പുറം